തൻ്റെ പ്രിയ സ്നേഹിതരാൽ ഒറ്റിക്കൊടുക്കപ്പെട്ടതും തള്ളിപ്പറയപ്പെട്ടതുമായ ക്രിസ്തു 7 തവണത്തെ വിസ്താരത്തിന് ശേഷം ക്രൂശിലേക്ക് യാത്രയാവുകയാണ്. സകല പീഡനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് യാതൊരു പരാതിയും പരിഭവമില്ലാതെ ക്രൂശിലെ വേദനകൾ കടിച്ചമർത്തുമ്പോഴും ചില വചനങ്ങൾ യേശുനാഥൻ ക്രൂശിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. 7 മൊഴികളായിട്ട് ക്ഷമ സഹനമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നിവർ അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. മാനസാന്തരപ്പെട്ട കള്ളനോട് ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്നും, തുടർന്ന് തൻ്റെ അമ്മയ്ക്ക് ഒരു മകനെയും തൻ്റെ പ്രിയ ശിഷ്യന് ഒരു അമ്മയെയും സമ്മാനിച്ചു കൊടുക്കുന്നുണ്ട്. കൊടിയ വേദനകളുടെ നടുവിൽ ഏലി ഏലി ലമ്മാ ശബഥാനി എന്ന് നിലവിളിക്കുന്നുണ്ട്. തിരുവചനത്തിൻ്റെ യാഥാർത്ഥ്യത്തിനായി എനിക്ക് ദാഹിക്കുന്നു എന്നും എന്നിൽ അർപ്പിതമായ ദൗത്യത്തിൻ്റെ പൂർത്തീകരണമെന്ന വണ്ണം നിവൃത്തിയായി എന്നും പ്രതീക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും വാക്കുകളായി പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു. ഈ വചനത്താൽ നമ്മുടെ ഉള്ളങ്ങൾ നിറയട്ടെ. ആമേൻ.